എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകം 21 പദ്യം മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ആരംഭിക്കുന്നത്. ഈ ജഗത്തിന് അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ നിലനിൽപ്പേ ഇല്ല എന്ന് 20ാം പദ്യത്തിൽ നമ്മൾ വ്യക്തമായി ചർച്ച ചെയ്തുറപ്പിച്ചു. പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരൂപ ദൃശ്യങ്ങളിലെല്ലാം വസ്തു ബോധം മാത്രം. ബോധം, രൂപം, നാമം, ഇതാണ് ഈ കാണുന്നത്. രൂപവും നാമവും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. വസ്തു സർവത്ര ബോധം മാത്രം. അപ്പോൾ ഒരു സത്യാന്വേഷി, സത്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഈ വസ്തുത ധരിച്ച് സർവവും ബോധമയമെന്ന് ഉള്ളിലുറപ്പിക്കണം. ബോധമയം എന്ന് വെച്ചാൽ ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം. ഇതുറയ്ക്കും തോറും ഉള്ളിൽ മറമാറി ആനന്ദസ്വരൂപമായ ആത്മാവ് തെളിയും. സകലരും സദാ യത്നിക്കുന്നത് ഈ ആത്മാനന്ദം അനുഭവിക്കാനാണ്. ആനന്ദമാണ്, സുഖമാണ് ഏത് ജീവിയുടെയും ഏത് ചലനത്തിന്റെയും ലക്ഷ്യം. സുഖം അതാരും നിഷേധിക്കില്ലല്ലോ. എന്തിന് കർമ്മം ചെയ്യുന്നു? സുഖം വേണം. എന്തിന് എന്തും ചെയ്യുന്നു? സുഖം. സുഖം വേണം. പലരുടെയും വിചാരം ഈ സുഖം പുറത്തിരിക്കുന്നു എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. സുഖം നമ്മുടെയൊക്കെ ആത്മാവായി വർത്തിക്കുന്ന ശുദ്ധ ബോധത്തിന്റെ മാത്രം സ്വരൂപമാണ്. മറ്റൊരിടത്തും സുഖമില്ല. അതല്ലേ സച്ചിദാനന്ദം. ആനന്ദമാണ് ബ്രഹ്മം, നമ്മുടെയൊക്കെ ആത്മാവ്. അപ്പോ ഉറുമ്പ് മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ കർമ്മം ചെയ്യുന്നത് ആനന്ദം കിട്ടാനാണ്. എങ്ങനെ? ഉള്ളിലിരിക്കുന്ന ആനന്ദം മറമാറി തെളിഞ്ഞ് കിട്ടണം. ആനന്ദം ഉള്ളിലിരിക്കുന്നു. സകല ജീവികളുടെയും ഉള്ളിൽ ഈശ്വരൻ ആനന്ദം. ഇന്ന് പല തരം മറകൾ നിമിത്തം അനുഭവപ്പെടുന്നില്ല. ഭേദചിന്തയും രാഗദ്വേഷവും. മനസ്സൊന്ന് ഏകാഗ്രപ്പെട്ടാൽ ഇതനുഭവപ്പെടും. ഈ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് ശ്രമം. കൃത്രിമമായി മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്തി ആനന്ദിക്കാനുള്ള ശ്രമം. ഏത് ശ്രമവും ഈ ആനന്ദം അനുഭവിക്കാനാണ്. ഒരാൾ പാട്ട് കേൾക്കുന്നു. പലരുടെയും വിചാരം പാട്ടിൽ സുഖമുണ്ടെന്നാണ്. പാട്ടിലെന്ത് സുഖമിരിക്കുന്നു? പാട്ട് കുറെ സുഖത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. സുഖം അനുഭവിക്കുന്നത് ഉള്ളിലല്ലേ. പാട്ടെപ്പോഴാ ഉള്ളിലേക്ക് സുഖം കടത്തുന്നത്? പാട്ടെന്ത് ചെയ്യുന്നു? തൽക്കാലത്തേക്ക് മനസ്സിന് ഏകാഗ്രത നൽകുന്നു. നല്ല പാട്ട് കേട്ടിരിക്കുമ്പോ തൽക്കാലത്തേക്ക് ഭേദചിന്തകളില്ല, രാഗദ്വേഷങ്ങളില്ല, മനസ്സേകാഗ്രപ്പെടുന്നു, സുഖം അനുഭവിക്കുന്നു. ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖം. പാട്ട് തീർന്നു, ഏകാഗ്രതയ്ക്കുള്ള ഉപായം അവസാനിച്ചു. പഴയ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും കയറി വന്നു. തൽക്കാലത്തേക്ക് ഈ പാട്ടിനെ ആശ്രയിച്ച് അവയെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ധ്യാനം കൊണ്ട് ഒരു യോഗി തന്റെ മനസ്സിലെ രാഗദ്വേഷങ്ങളെ മാറ്റി നിർത്തുന്നത് പോലെ ഇവിടെ പാട്ട് കേട്ടിട്ടാണ്. ഇതുപോലെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ പണം കിട്ടണം ആഗ്രഹം. പണം കിട്ടിക്കഴിയുമ്പോൾ ആ ആഗ്രഹം തീർന്നു. ഭാഗ്യച്ചിട്ട് കിട്ടണം ആഗ്രഹം. ഭാഗ്യച്ചിട്ട് കിട്ടിയെന്നറിയുമ്പോൾ ആ ആഗ്രഹം തീർന്നു. ആഗ്രഹം ആത്മാവിനെ മറച്ചിരിക്കുക. ആനന്ദസ്വരൂപമായ ആത്മാവിനെ മറച്ചിരിക്കുന്നു. പണം കിട്ടിയെന്ന് കേട്ടപ്പോ ആഗ്രഹം മാറി. പക്ഷേ നിരവധി പുതിയ ആഗ്രഹങ്ങൾ വന്നു കൂടുകയാണ്. അതോടുകൂടി ആത്മാവ് വീണ്ടും മറയുന്നു. ഇതുകൊണ്ടാണ് പാട്ട് കേട്ട് സുഖമനുഭവിക്കുന്നയാൾ പാട്ടന്വേഷിച്ച് നടക്കുക. എന്തിനാ? ആത്മാവിന് ഏകാഗ്രതയ്ക്ക്.
എല്ലാ സുഖത്തിന്റെയും രഹസ്യം. ദാമ്പത്യ സുഖം പോലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മാവിനെ അനുഭവിക്കാനുള്ള ശ്രമമാണ്. ബൃഹദാരണ്യോപനിഷത്തിൽ യാജ്ഞവൽക്യൻ ഭാര്യ മൈത്രേയിയോട് പറയും, ജനകന്റെ സദസ്സിലെ ഋഷിയായിരുന്നു യാജ്ഞവൽക്യൻ, മഹാഗൃഹസ്ഥൻ, ധാരാളം പണവും ഉണ്ടാക്കി, 2 കല്യാണം കഴിച്ചു, കാത്യായനിയും മൈത്രേയിയും. ഒടുവിൽ അദ്ദേഹം സന്യസിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആത്മവിചാരം ചെയ്ത് ആത്മാവിൽ ഉറപ്പുവന്നു, സർവം ബ്രഹ്മമയം ഉറപ്പുവന്നു. തന്റെ ചർച്ച തുടർന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ സന്യസിക്കാം. എന്തിനാ സന്യസിക്കുന്നത്? ലോകം കൂടി അറിയട്ടെ എന്റെ ബ്രഹ്മനിഷ്ഠ. ഞാൻ വെറും ഗൃഹസ്ഥനായി ഇങ്ങനെ ഇരുന്നാൽ ആളുകൾ വിചാരിക്കും ഇയാൾ ബ്രഹ്മനിഷ്ഠനല്ലെന്ന്. ലോകം അറിയട്ടെ എന്ന് വെച്ച് വിദ്വത് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഭാര്യമാർക്ക് 2 പേർക്കുമായി സ്വത്ത് മുഴുവൻ വീതിച്ചു കൊടുത്തു. എനിക്കിനി ഇത് ആവശ്യമില്ല. അപ്പം മൈത്രേയി ചോദിച്ചു, ഈ സ്വത്ത് കൊണ്ട് എനിക്ക് അങ്ങക്ക് കിട്ടിയ ആത്മാവിനെ കിട്ടുമോ? യാജ്ഞവൽക്യൻ പറഞ്ഞു, ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും. പിന്നെതോ ആത്മാവിനെ അന്വേഷിക്കണം, ആത്മാവിനെ കണ്ടെത്തണം. അതിന് സ്വത്ത് ഉപകാരപ്പെടില്ല, പണം ഉപകാരപ്പെടില്ല. അവിടെ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നു, അല്ലോ മൈത്രേയി, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന്റെ സുഖത്തിനു വേണ്ടിയല്ല. ഭാര്യ തന്റെ ആത്മസുഖത്തിനു വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കുന്നു. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ ആത്മസുഖത്തിനു വേണ്ടിയല്ല, ഭർത്താവിന്റെ ആത്മസുഖത്തിനു വേണ്ടിയാണ്. ഇതെങ്ങനെ അറിയാം? തനിക്ക് ആത്മസുഖം തരുന്നില്ലെന്ന് വന്നാൽ ഏത് ഭാര്യയും പുറന്തള്ളപ്പെടും എന്ന് മാത്രമല്ല, ശത്രുവായി ഗണിക്കപ്പെടുകയും ചെയ്യും. ഇത് തന്നെയാണ് ഭർത്താവിന്റെയും സ്ഥിതി. തനിക്ക് ആത്മസുഖം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് ഭാര്യയും ഭർത്താവിനെ ഉപേക്ഷിക്കും, ഭർത്താവിനെ ശത്രുവായി കരുതും. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പോലും മടിക്കില്ല. എന്താ കാര്യം? എന്റെ സുഖത്തിനവൾ തടസ്സമായി നിൽക്കുന്നു. അവൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി. ഇങ്ങനെ ഏത് സ്നേഹവും ആലോചിച്ച് നോക്കുക. പ്രിയ വസ്തു ആത്മാവാണ്. അവനവന്റെ ആത്മാവ് എന്താ? ആത്മാവ് സുഖസ്വരൂപമാണ്. സുഖമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നത് മക്കൾക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാണ്. പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ പണമൊക്കെ ചിലവാക്കി മക്കളെ പഠിപ്പിക്കുകയാണ്. 1-2 പേര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ടവനെ പഠിപ്പിക്കുന്നു, വയസ്സുകാലത്തവൻ എനിക്ക് ഉതകുമോ ഇല്ലയോ ഒന്നും ഒരു നിശ്ചയവുമില്ല. അപ്പോ വയസ്സുകാലത്ത് എനിക്ക് ഉതകണം, എനിക്ക് സുഖം തരണം, അതിനുവേണ്ടിയാണ് ഞാൻ തൽക്കാലം ഇവനെ പഠിപ്പിക്കുന്നത്, അല്ലാതെ അവന് വേണ്ടിയല്ല. ഇതുപോലെ ഏത് ബന്ധവും സ്വന്തം ആത്മസുഖം മറമാറി തെളിയണം. ഇതാണ് ആഗ്രഹം. തെളിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. തെളിയണം. ഇതാണ് കുറെ കൂടെ താണ ലെവലിലേക്ക് വന്ന് ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ കുറെ കൂടെ മനസ്സിലാവുന്നത്. നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നു വീട്ടിൽ. എന്താ? പശുവിനെ വളർത്തുന്നു. എന്തിന്? പശു സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ? എങ്കിലും സാർ അതിന് നമ്മൾ പുല്ലും വെള്ളവും ഒക്കെ കൊടുക്കുന്നില്ലേ? അത് ശരി. പുല്ലും വെള്ളവും കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് നമ്മൾ സുഖിപ്പിക്കുമോ? നമുക്ക് സുഖം കിട്ടണം. നമുക്ക് സുഖം തരുന്നില്ല, വേണ്ടത്ര പാല് തരുന്നില്ല എന്ന് വന്നാൽ പശുവിനെ അറവശാലയിലേക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. ആ ദുരിതം തീർന്നല്ലോ. അപ്പൊ പശുവിനെ എന്തിന് വളർത്തുന്നു? എനിക്ക് ആത്മസുഖം കിട്ടണം. ഗംഭീരമായ ഒരു ജീവിത രഹസ്യമാണിത്. പലരും അഭിമാനിക്കുന്നത് ഞാൻ അവരെയൊക്കെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. ഈശ്വരനെ പോലും സ്നേഹിക്കുന്നത്
സ്വന്തം ആത്മസുഖത്തിന് അല്ലെങ്കിൽ ഈശ്വരൻ പുറന്തള്ളപ്പെടും. തീർച്ചയായിട്ടും യാജ്ഞവൽക്യൻ ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു. കുറെ കൂടെ താഴോട്ട് വന്നാൽ അത്യന്തം സ്പഷ്ടം. ഒരാൾ പണത്തെ സ്നേഹിക്കുന്നു, പണം അല്പം സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ പണത്തെ സ്നേഹിക്കുന്നത്? തന്റെ ആത്മസുഖത്തിന് വേണ്ടി പണത്തെ സ്നേഹിക്കുന്നു. പണം ആത്മസുഖം തരുന്നില്ലെന്ന് വെച്ചാൽ ആ പണത്തെ ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ല. എന്തിനാ ഇവിടെ ചില ക്ഷേത്രങ്ങളിലുമൊക്കെ കെട്ടുകണക്കിന് നോട്ട് കൊണ്ടിരുന്ന് അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇടുന്നത്, ഗുരുവായൂരും അതുപോലെ മറ്റ് പല ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ പണം കയ്യിലിരുന്ന് ദുരിതം അനുഭവിക്കുകയാണ്. ഒരു സ്വസ്ഥതയില്ല. എന്നാൽ കുറെ അവിടെ കൊണ്ടിട്ടേക്കാം. പണത്തിന് വേണ്ടി ആരും പണം സുഖിച്ചോട്ടെ. പണത്തിന് സുഖിക്കാൻ ഒക്കില്ലല്ലോ, ജഡമല്ലേ. അതെവിടെ സുഖിക്കാൻ പോകുന്നു? വീട് വയ്ക്കുന്നു, ഒന്നാന്തരം ഒരു മണിമാളിക കൊട്ടാരം. പാവം കൊട്ടാരം അല്പം സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ? എനിക്ക് ആത്മസുഖം കിട്ടണം, അത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ കൊട്ടാരമൊക്കെ ഇടിച്ച് കളയും. ഈ സ്വിറ്റ്സർലൻഡിൽ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ പണം കണ്ടമാനം, സുഖം മാത്രമില്ല. അപ്പോ അവരിപ്പോ സുഖിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോ ആഴ്ചയും സുഖസാമഗ്രികളൊക്കെ മാറുക. ഒരു സ്വാമി അവിടുന്ന് വന്ന ആളെ എന്നോട് പറഞ്ഞത്, ആഴ്ച തോറും ഈ ഷോപ്പുകളിലൊക്കെ വലിയ തിരക്കാണ്. പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകൾ വന്നിട്ടുണ്ടോ, പുതിയ സാധന സാമഗ്രി വന്നിട്ടുണ്ടോ, പഴയതൊക്കെ അവർ വലിച്ചെറിയും. ഒരു കാറ് മേടിച്ചാൽ 6 മാസം, അത് കഴിഞ്ഞിട്ട് പുതിയ ഫാഷൻ കാറ് വന്നു. ഒരു കെട്ടിടം വെച്ചാൽ 1 വർഷം താമസിക്കും, അത് കഴിഞ്ഞ് പുതിയ ഫാഷനിലുള്ള കെട്ടിടം വയ്ക്കും. ഇതാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഫിലോസഫി. ഇതൊക്കെ എന്തിനാ? ആത്മസുഖം കിട്ടുന്നില്ല. അപ്പോ യാജ്ഞവൽക്യൻ ഒടുവിൽ പറഞ്ഞു, അപ്പോ ആത്മസുഖം എങ്ങനെ? അല്ലയോ മൈത്രേയി, ഈ പുറം വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും സ്ഥിരമായ ആത്മസുഖം കിട്ടാനേ സാധ്യമല്ല. കൃഷ്ണൻ പറയുന്നു, ഏഹി സംസ്പർശജ ഭോഗാഃ ദുഃഖയോനയവത്തെ ആദ്യന്തവന്ത കൗന്തേയ ന തേഷു രമതേ ബുദ്ധഃ. അല്പം സുഖമൊക്കെ ബാഹ്യവിഷയങ്ങൾ ആരംഭത്തിലൊക്കെ തന്നു വരും. പക്ഷെ അങ്ങോട്ട് ചെല്ലും തോറും അവ അത്യന്തം ദുഃഖകരങ്ങളായിത്തീരും. ഒന്നാമത് അവ അനുഭവിക്കാനുള്ള ശരീരത്തിന്റെ കരുത്ത് തന്നെ നഷ്ടപ്പെടും. ഇന്ദ്രിയങ്ങളൊക്കെ ദുർബലങ്ങളാവും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് വേണമല്ലോ ഭൗതിക സുഖം അനുഭവിക്കുക. കണ്ണ് നല്ല രൂപം കാണാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് കണ്ണ് രൂപദർശനത്തിൽ കൂടി സുഖിപ്പിക്കുക? അതൊക്കെ പോയി. അർജുന, ഏഹി സംസ്പർശജ ഭോഗാഃ, വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള സുഖം ദുഃഖയോനയവത്തെ അന്വേഷിച്ച് ചെല്ലുന്തോറും അതിരറ്റ ദുഃഖമേ തരൂ. ആത്മാവിന്റെ മറ നീക്കാൻ ഒരു ഘട്ടം കഴിയുമ്പോൾ അവയ്ക്ക് കഴിവില്ല, അവയിൽ മനസ്സേകാഗ്രപ്പെടുന്നില്ല. ആദ്യന്തവന്ത കൗന്തേയ, ഒന്നാമതവയൊക്കെ ആരംഭവും അവസാനവും ഉള്ളതാണ്. ഉണ്ടാകുന്നു എന്ന് തോന്നും. ആ നിമിഷം മുതൽ പലതരം ദുഃഖങ്ങൾ, ജീർണിക്കൽ, ഒടുവിൽ ഇല്ലാതാവും. അതുകൊണ്ട് നതേഷു രമതേ ബുദ്ധഃ, ഒരറിവുള്ള ആൾ ഒരിക്കലും ഈ ബാഹ്യവിഷയങ്ങളെ ആശ്രയിച്ച് കാര്യമായ സുഖം നേടിക്കളയാം എന്ന് കരുതിയില്ല. അപ്പോ മൈത്രേയി, എന്താ വേണ്ടത്? എടോ നവ അരേ സർവസ്യ കാമായ സർവം സുഖം ഭവതി. അല്ലയോ മൈത്രേയി, എല്ലാവരുടെയും സുഖത്തിനു വേണ്ടിയല്ല എല്ലാം പ്രിയപ്പെട്ട വസ്തുവായിരിക്കുന്നത്. പിന്നെയോ ആത്മനക്കാമായ, ആത്മാവിനെ തെളിച്ചനുഭവിക്കാൻ വേണ്ടിയാണ് സർവം പ്രിയം ഭവതി. എന്ത് വിഷയവും പ്രിയമായിരിക്കുന്നത് ആത്മാവിനെ മറമാറ്റി തെളിച്ചനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. എപ്പോഴാണോ അത് ആത്മസുഖം തരുന്നില്ല എന്ന് കണ്ടാൽ അത് നിസ്സാരമായി പുറന്തള്ളപ്പെടും. ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകൾ
അതിൽ നിറച്ചു വസ്തുവകകളാണ്. കപ്പൽ മുങ്ങാൻ തുടങ്ങിയാൽ എല്ലാം വലിച്ചു സമുദ്രത്തിലെറിയും. എന്താ? ആത്മസുഖം നഷ്ടപ്പെടുന്നു. എന്തിന്? ആത്മഹത്യ ചെയ്യുന്നത് പോലും ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഈ ജഡശരീരം അത് സുഖിപ്പിക്കുന്നില്ല. അത് പലതരം മനസ്സും ശരീരവും കൂടി പലതരം ദുഃഖങ്ങളും ഉണ്ടാക്കുന്നു. ആത്മാവ് തെളിയാൻ സമ്മതിക്കുന്നില്ല. ആത്മാവ് കൂടുതൽ മറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇനി ഈ ശരീരത്തെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ശരീരം ഉപേക്ഷിക്കുന്ന ആത്മഹത്യ പോലും ആത്മാവിനെ തെളിച്ചറിയാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ആത്മാവ്. ആത്മാവിനേക്കാൾ പ്രിയപ്പെട്ട വസ്തു ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല. അല്ലയോ മൈത്രേയി, ഈ ആത്മാവാണ് സർവപ്രിയതമമായ വസ്തു. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് ആത്മാവിന്റെ മറ നീക്കാൻ പുറമേ ഉപായങ്ങളെ അന്വേഷിച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ല. തൽക്കാലം അല്പം ഒന്ന് മറമാറും. പത മാറ്റിയിട്ട് വെള്ളം കുടിക്കുമ്പോഴ നല്ല പത നിറഞ്ഞു നിൽക്കുന്നു ശുദ്ധജലത്തിന്റെ മുകളിൽ. ഒരാൾ രണ്ട് കൈയും കൊണ്ട് പത മാറ്റിയിട്ട് അല്പം വെള്ളം കോരി കുടിച്ചു. കൈ ഇങ്ങോട്ട് മാറും മുമ്പേ പത വീണ്ടും വന്ന് ആ വെള്ളത്തെ മറയ്ക്കും. ഇതുപോലെയാണ് ഈ മനസ്സ്. അല്പം പാട്ട് കേട്ടൊരു സുഖം അനുഭവിച്ചു. പാട്ട് തീർന്നപ്പോ പണ്ടത്തേക്കാൾ ദുഃഖം. അപ്പോ പാട്ട് തുടങ്ങിയ വിഷയങ്ങളെല്ലാം, പാട്ട്, കൂത്ത്, വീട്, പണം, ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ, ഇതൊക്കെ തന്നെയും താൽക്കാലികമായി ചിലപ്പോ ആത്മാവിന്റെ മറമാറ്റി അല്പം ആനന്ദം അനുഭവിക്കാൻ ഉപകരിച്ചു എന്ന് വരാം. പക്ഷേ അതുകൊണ്ട് മാത്രം മൈത്രേയി ജീവിതം ധന്യമാവില്ല. നീ ഒരു കാര്യം ചെയ്യൂ. കൃത്യമായി മറ മാറ്റി ആത്മാവിനെ അനുഭവിക്കൂ. നിനക്കത് സാധിക്കും നിശ്ചയമായി. എന്താ? ആത്മാവ അരേ ശ്രോതവ്യോ മന്ദവ്യോ നിരീക്ഷാസിതവ്യ. അതിനെന്താ വേണ്ടത്? ആത്മാവ അരേ ശ്രോതവ്യ. ആത്മാവിനെ കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നും കേൾക്കണം. ഇങ്ങനെ ആത്മാവെന്ന് പറയുന്ന ബോധസ്വരൂപമായ ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ എന്നിങ്ങനെ ഉണ്ട് എന്നനുഭവിക്കുന്ന ആ വസ്തു ആത്മാവ് തന്നെ. അത് ശുദ്ധ സുഖമാണ്. ഇപ്പോ ആ സുഖം അനുഭവിക്കാതിരിക്കുന്നത് രാഗദ്വേഷമറ, ഭേദചിന്ത. ഞാനിനു വേണ്ടിയാണ് മറ്റെല്ലാം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. എനിക്കേറ്റവും പ്രിയം ഞാനാണ്. ആർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ പറ്റുമോ? ആ ഞാനിന് സുഖം വേണം. ഇതാണ് എന്റെ പരക്കം പാച്ചിൽ മുഴുവൻ. അത് പരക്കം പാഞ്ഞതുകൊണ്ട് ഇവിടെ കിട്ടാൻ പോകുന്നു. ഞാനിന്റെ മറ സ്ഥിരമായി മാറ്റൂ. ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു. ആത്മപ്രിയം. എനിക്ക് ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു. എനിക്ക് ഞാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോ. നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇല്ലാതായിട്ടില്ല. മറ, ഒട്ടേറെ മറകൾ. എത്ര സ്പഷ്ടം! ആ മറയൊന്നും മാറ്റൂ. ആത്മാവ് തെളിഞ്ഞാൽ എനിക്ക് എന്നെ കിട്ടുന്നു. ഇപ്പൊ എന്നെ നഷ്ടപ്പെട്ടിരിക്കുക, അതുകൊണ്ടാണ് ദുഃഖം. എനിക്ക് എന്നെ കിട്ടുന്നു. ആ മറയൊന്ന് മാറ്റൂ. ആ മറ മാറി ശുദ്ധാനന്ദരൂപമായി സ്പഷ്ടമായി ആത്മാവ് തെളിയും. ഇതാണ് നിയമം. അതുകൊണ്ട് അറിവുള്ളവരിൽ നിന്ന് ആത്മാവിനെ കുറിച്ച് കേൾക്കണം. അല്ലാതെ എന്തെങ്കിലും കേട്ട് അവിടെ ഈശ്വരനുണ്ട്, അവിടെ ഒരു സിദ്ധനുണ്ട്, ആ സിദ്ധന്റെ അടുത്ത് പോയാൽ ഒക്കെ കിട്ടും, ഒന്നും കിട്ടില്ല. ഇതറിയാതെ പോവുകയാണെങ്കിൽ ഒന്നും കിട്ടില്ലെന്നല്ല, കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇതറിഞ്ഞുകൊണ്ട് എവിടെ വേണോ അപ്പൊ കോവിലിൽ പോകുന്നു. അല്ല സാർ, ഞാൻ ഇന്നലെ ആ ദീപാരാധന തൊഴുതപ്പോ എനിക്ക് എന്ത് സുഖമായിരുന്നു. എടോ, അത് ഇയാൾക്ക് സുഖം കിട്ടിയത് ആ ദീപാരാധനയും അവിടുത്തെ മന്ത്രോച്ചാരണവും കൊട്ടും വാദ്യവും ഒക്കെ കേട്ടപ്പോ ഇയാളുടെ മനസ്സ് ഭേദചിന്തയും രാഗദ്വേഷവും പോയി അല്പം ഏകാഗ്രപ്പെട്ടു. അല്ലാതെ അവിടെ ഇരിക്കുന്ന ദേവൻ കുറെ സുഖം ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടാണോ നിങ്ങൾ സുഖിച്ചത്? ഈ ഏകാഗ്രത കിട്ടിയപ്പോൾ അല്പനേരം
അതിരറ്റ സുഖം. ദൈവാരാധന തീർന്നു, പുറത്തിറങ്ങി, എല്ലാ സുഖവും പോയി. ഭാര്യയും ഭർത്താവുമായിട്ടാണ് കോവിലിൽ പോയി ദീപാരാധന തൊഴുതെങ്കിൽ തിരിച്ചിറങ്ങിയപ്പോ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ വഴക്ക് വഴിനീളെ വഴക്കാണ്. പിന്നെ ഈശ്വരൻ കൊടുത്ത സുഖം തീർന്നു, എല്ലാം തീർന്നു. ഒരു സിദ്ധന്റെ അവിടെ പോയി, എത്ര പേരെനിക്കറിയാം. എന്താ സിദ്ധനെ ഭജിച്ചു, ചില ബുദ്ധിമുട്ടുകൾ വന്നു, സിദ്ധൻ സഹായിക്കുന്നില്ലെന്ന് തോന്നി. വളരെ പ്രശസ്തനായ ഒരാൾ റോഡിൽ കിടന്ന് വിളിച്ചതായിട്ട് എനിക്കറിയാം. ആ പടമൊക്കെ എടുത്ത് ദൂരെ ഇതിന് ഈശ്വരന്റെ പടം, സുബ്രഹ്മണ്യന്റെ പടം വെച്ച് പൂജിക്കുന്നു. പല ദുഃഖങ്ങളും വന്നു, എടുത്തെറി ആ പടം പൂജാമുറിയിൽ. ഇനി എന്തിനത് വെച്ചിരിക്കുന്നു? ഇതാണ് രഹസ്യം. കോവിലിൽ ദീപാരാധന തൊഴുമ്പോ മനസ്സൽപ്പം ഏകാഗ്രപ്പെടുന്നു, സൂഹിക്കുന്നു, തിരിച്ചിറങ്ങുമ്പോൾ അതൊക്കെ പോയി. അവിടെ ഇരിക്കുന്ന ഈശ്വരനാണ് സുഖം തന്നത് എന്ന് കരുതിയാൽ മൂഢത. സുഖം നാം തന്നെയാണ്. ഞാൻ എന്ന ബോധം ശുദ്ധ സുഖസ്വരൂപമാണ്. ദയവ് ചെയ്ത് രാഗദ്വേഷങ്ങളും ഒക്കെ ഒന്ന് മാറ്റൂ. അവനവനോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിനീ രാഗദ്വേഷങ്ങൾ? പലരും ദുഃഖിക്കുന്നത് തനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, മറ്റുള്ളവർക്ക് ചില സുഖങ്ങൾ ഉണ്ടാവുന്നു. അതാണ് ദുഃഖകാരണം. അയൽവക്കക്കാരൻ ഒരു മാരുതി കാർ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു 2 നില കെട്ടിടം വെച്ചു. അന്നു മുതൽ ഇപ്പുറത്തെ അയൽവക്കക്കാരന് ഉറക്കമേ ഇല്ല. എന്താ കാര്യം? അവൻ മാരുതി കാർ വാങ്ങിച്ചല്ലോ. ഭാര്യയും ഭർത്താവും കൂടെ രാത്രി കിടക്കുമ്പോൾ സംഭാഷണമാണ്. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ? ഇങ്ങനെ നമ്മൾ എത്ര കാലം ജീവിക്കും? അവൻ വാങ്ങിച്ചിരിക്കുന്നു കാറ്, വീട് വെച്ചിരിക്കുന്നു. ഇതല്ലേ വാസ്തവത്തിൽ ദുഃഖത്തിന്റെ കാരണം? ഇതിനൊക്കെ ഈശ്വരനെ ഭജിച്ചിട്ടോ മറ്റെന്തെങ്കിലും കൃത്രിമമായ ഏർപ്പാടുകൾ ചെയ്തിട്ടോ ജ്യോത്സ്യനെ കണ്ടിട്ടോ വല്ല വിശേഷമുണ്ടോ? എങ്കിലും ജ്യോത്സ്യന്റെ സുദർശന ഹോമമൊക്കെ നടത്തിയാൽ ഒരു സുഖം കിട്ടുന്നുണ്ടല്ലോ സാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണമൊക്കെ ചെലവാക്കി സുദർശന ഹോമം നടത്തിയപ്പോ സുഖം കിട്ടും എന്നൊരു തോന്നൽ ഏതാനും ദിവസത്തേക്ക് തീർന്നു. സ്ഥിരമായ സുഖം ആരെങ്കിലും ഇത്തരം കർമ്മപരിപാടികൾ കൊണ്ടോ മറ്റ് വിഷയസാമഗ്രികൾ കൊണ്ടോ അനുഭവിക്കുന്നത് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ഏത് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെങ്കിലും കാണാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. കൊട്ടാരത്തിൽ തന്നെ ജീവിച്ചോളൂ, വിഷയങ്ങളൊക്കെ ഇരിക്കട്ടെ, ആവശ്യമുള്ളതൊക്കെ അനുഭവിച്ചോളൂ, ഏത് കോവിലിൽ വേണോ പൊക്കോളൂ, ഏത് സിദ്ധന്റെ അടുത്തോ പോയി മന്ത്രോപദേശം വാങ്ങിച്ചോളൂ, ഒരു വിശേഷവുമില്ല. ഈ സത്യം കൂടെ ഉണ്ടെങ്കിൽ വിരോധമില്ല. എവിടെ പൊക്കോളൂ, സർവം ഈശ്വരമായ ഇതങ്ങോട്ട് ഉറപ്പു വന്നാൽ പിന്നെ ഇവിടെ എന്ത് ഭേദചിന്ത? ഞാൻ ചോദിക്കട്ടെ. സർവം ഈശ്വരമായ ഇനി എന്താ ഭേദചിന്ത? ഇപ്പൊ ഈ ജാതി ചിന്ത കൊണ്ട് പെടയുന്നവർ എത്ര പേരാണ്? ഇതിന് ഭഗവാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഗുരുദേവൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഗുരുദേവൻ പലർത്തും എഴുതി വെച്ചു നോക്കി, മുദ്രാവാക്യം വിളിച്ചു നോക്കി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലായിടത്തും അത് മുഴങ്ങി കേൾക്കുന്നു. പക്ഷേ ജാതിചിന്ത, മതഭേദചിന്ത, ദൈവചിന്ത ഒക്കെ പണ്ടത്തതിനേക്കാൾ 100 മടങ്ങ് കൂടുതൽ. ആരെവിടെ സുഖിക്കാൻ പോകുന്നു? ഒരിക്കലും സുഖം സാധ്യമല്ല. നേരെ മറിച്ച് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അതങ്ങോട്ട് നടപ്പാക്കൂ. അവനവന്റെ ഉള്ളിൽ ഞാൻ നടപ്പാക്കി നോക്കുന്നു, നല്ല സുഖം, ഒരു സംശയവുമില്ലേ. ഇനി ലോകത്തൊരു ശക്തിക്കും ഈ സുഖത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അതോ ജാതിഭേദചിന്ത, മതഭേദചിന്ത എല്ലാം ഈശ്വരമയമാണ് എന്നുറപ്പ് വരുന്ന ഒരു ബുദ്ധിക്ക് എന്ത് ജാതി, എന്ത് മതം? ഈശ്വരൻ മാത്രം. രാഗദ്വേഷങ്ങളുണ്ട്, ഇതല്ലാതെ വേറെ എന്താ പണി? ഭേദചിന്തയും രാഗദ്വേഷവും പോണം. ഇതാണ് ആനന്ദസ്വരൂപമായ ആത്മാവിനെ മറച്ചിരിക്കുന്ന ഘടകങ്ങൾ. ഈ അദ്വൈത സത്യം, ശാസ്ത്ര സത്യം ഉറപ്പിക്കുകയല്ലാതെ ഇതിന് വേറെ എന്താ മാർഗം? കുറെ മന്ത്രം ജപിച്ചാൽ ഇത് പോകുമെങ്കിൽ വിരോധമില്ല. ദിവസം 10 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചു സാർ, എനിക്കിപ്പോ എല്ലാം ഈശ്വരമായെന്ന് ഉറപ്പ്.
ജാതിഭേദമില്ല, വളരെ സന്തോഷം. അങ്ങനെ പോകുന്നെങ്കിൽ 10 അല്ല 20 പ്രാവശ്യം ജപിക്കും. പക്ഷെ പോകുന്നുണ്ടോ നോക്കണം. ജപിച്ചു കഴിഞ്ഞിട്ട് നോക്കണം, എന്റെ ഉള്ളിൽ നിന്ന് ഭേദചിന്ത കുറഞ്ഞോ, രാഗദ്വേഷങ്ങൾ കുറഞ്ഞോ. ഇത് പരിശോധിക്കാതെ തന്നെ ആരോ എന്ന് പറയും, ഏതോ ഒരു പ്രസ്ഥാനം, ഇപ്പം 4-5 കൊല്ലമായിട്ട് ആ പ്രസ്ഥാനത്തിലാണ് സാർ ഞാൻ. പ്രസ്ഥാനം എന്താ? 3:30 മണിക്ക് എണീറ്റ് 3 മണിക്കൂർ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോ 6 കൊല്ലമായിട്ട് അത് നടത്തുകയാണ് സാർ. എന്നിട്ടിപ്പോ എന്താ? എന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല. അത് പിന്നെ എങ്ങനെ? പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെ ഭേദചിന്ത. എന്റെ പ്രസ്ഥാനം, അപ്പുറത്തെ പ്രസ്ഥാനം മഹാമോശം, അതിനെ എങ്ങനെയും തകർക്കണം, എന്റെ പ്രസ്ഥാനത്തെ മെച്ചപ്പെടുത്തണം. ഈ ഭേദചിന്ത വളരുകയാണ്. പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഭേദചിന്ത വളരുന്നില്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിലേക്ക് ഒരു വിരോധമില്ല. പക്ഷെ ഭേദചിന്ത വളരുകയാണെങ്കിൽ പ്രസ്ഥാനം തന്നെ കൃഷ്ണനും രാമനും കൂടെ പരമ ദുഃഖിപ്പിക്കുന്നു മനുഷ്യനെ. രാമൻ മഹാമോശം, നമുക്ക് ഒരുമിച്ച് കൂടി വഴക്കിടാം. ആരാ കേവൻ, കൃഷ്ണനോ രാമനോ? കൃഷ്ണന്റെ പ്രസ്ഥാനങ്ങൾക്ക് രാമന്റെ പ്രസ്ഥാനങ്ങളോടൊക്കെ വലിയ വിരോധം. അവരെ കണ്ടാൽ വഴക്കിന് പോവുക. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖം കിട്ടാൻ പോകുന്നത്? ഇത് നല്ല ഗംഭീരമായി ചിന്തിച്ച് ഏകത്വബോധം വളർത്തുക. ഒന്നേ ഉള്ളൂ, ഉറപ്പുണ്ടോ? ഇനി എന്ത് ഭേദചിന്ത, ഇനി എന്ത് രാഗദ്വേഷം? ഈ ഉറപ്പല്ലാതെ മറ്റെന്താണ് നമ്മുടെ മനസ്സിന് ഏകാഗ്രത തരാൻ പോകുന്നത്? മനസ്സിന് ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ ആരെവിടെ സൂക്ഷിക്കാൻ പോകുന്നു? അതുകൊണ്ട് ഗുരുദേവൻ 21-ാം പദ്യത്തിൽ പറയുന്നത്, പ്രിയൻ ഒരു ജാതി, ഒരൊറ്റ പ്രിയമേ ഇവിടെ ഉള്ളൂ. പ്രിയം ഒരു ജാതി, ഇതെൻ പ്രിയം, ത്വദീയ പ്രിയം, അവരപ്രിയം എന്നിവണ്ണം പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം, സ്വകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. അല്ല, ഗംഭീരമായ ഒരു ശ്ലോകമാണ്. ചിന്തിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ ആ പ്രഖ്യാപനം തന്നെ ചിന്തിക്കുക. പ്രിയം ഒരു ജാതി, ഒരൊറ്റ പ്രിയമേ ഇവിടെ സകലർക്കുമുള്ളൂ. ഉറുമ്പ് മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്ക് വരെ ഒരൊറ്റ വസ്തു മാത്രമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്ത്? ആത്മാവ്, സുഖസ്വരൂപമായ ആത്മാവ്. ഒന്നുകൂടെ അത് വ്യക്തമായി പറഞ്ഞാൽ, സകലരും ആവശ്യപ്പെടുന്നത് സുഖമാണ്. സുഖമാണ് പ്രിയ വസ്തു. ഒരൊറ്റ പ്രിയം ആർക്കും എവിടെയും, ഏത് ഭീകരനും ഏത് ചാവേർ പടയാളികൾക്കും ലക്ഷ്യം സുഖമാണ്. താൻ ചിലരെയൊക്കെ കൊന്നാൽ തനിക്ക് സുഖം, അല്ലെങ്കിൽ പിന്നെ ആര് കൊല്ലാൻ പുറപ്പെടും? സുഖമാണ് ലക്ഷ്യം. എന്തിനും സുഖം എവിടെ ഇരിക്കുന്നു? ആത്മാവിന് മാത്രം, മറ്റൊരിടത്തുമില്ല. ബോധത്തിലല്ലാതെ ജഡത്തിൽ സുഖമിരിക്കുന്നോ? ഈ കസേരയിൽ സുഖമുണ്ടോ? നല്ല കസേര വാങ്ങിച്ചാൽ എനിക്ക് സുഖമാണ് സാർ, അത് കസേര തരുന്ന സുഖമാണോ? നല്ല കസേര വേണമെന്നുള്ള ആഗ്രഹം ശമിച്ചു. ആഗ്രഹം ശമിച്ചാൽ ഉള്ളിൽ ആനന്ദരൂപമായ ആത്മാവ് തെളിയും. സുഖം ഒരു ജാതി, ഒരു ജാതി എന്ന് വെച്ചാൽ ഒരേ വിധം, ഒരു പ്രകാരം, ഒരു രീതിയിൽ ഉള്ള പ്രിയമേ ഇവിടെ ഉള്ളൂ. ഏത് ജീവിക്കും. എന്താ? ആത്മപ്രിയതമത്വം. യാജ്ഞവൽക്യൻ മൈത്രേയിയോട് ഉപദേശിക്കുന്ന ആത്മപ്രിയത്വം. സകലരും ഏറ്റവും പ്രിയപ്പെടുന്നത് ആത്മാവിനെയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയാണ്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ എന്നെയാണ് പ്രിയപ്പെടുന്നത്. അങ്ങനെയല്ലേ? എല്ലാവരും പ്രിയപ്പെടുന്നത് എന്നെ. ഞാൻ എന്നെ പ്രിയപ്പെടുന്നു, ആത്മാവിനെ പ്രിയപ്പെടുന്നു. എനിക്ക് ഞാനാണ് ഏറ്റവും പ്രിയ വസ്തു, ആത്മാവാണ് ഏറ്റവും പ്രിയ വസ്തു. അതുകൊണ്ട് പ്രിയം ഒരു ജാതി, ഒരൊറ്റ പ്രിയ വസ്തുവേ ഉള്ളൂ സകലർക്കും, ആത്മാവ്. ഇതെൻ പ്രിയം, ഇത് എന്റെ പ്രിയം. ത്വദീയ പ്രിയം, അത് നിന്റെ പ്രിയം. എൻ പ്രിയം, ത്വദീയ പ്രിയം, അപരപ്രിയം, ഇത് അന്യന്റെ പ്രിയം എന്നനേകമായി എന്നിങ്ങനെ പല വിധത്തിൽ
പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം, അങ്ങേറ്റത്തെ ഭ്രമമാണ്. ഇത് ആ പാട്ട് എനിക്കേറ്റവും പ്രിയപ്പെട്ടതാണ്. ആ പാട്ട് അവന് തീരെ ഇഷ്ടമല്ല. ഈ പാട്ട് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടം. ഈ കെട്ടിടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും അവർക്ക് തീരെ പ്രിയപ്പെടുന്നില്ല. മുഴുവൻ ഭ്രമം. അവര് പ്രിയപ്പെടുന്നതും ഇവര് പ്രിയപ്പെടാതിരിക്കുന്നതും ഒക്കെ ആത്മസുഖം അനുഭവിക്കാനുള്ള വെമ്പലിൽ ഉണ്ടാകുന്ന ഭ്രമമാണ്. പ്രിയം ഒരു ജാതി, ഇതെൻ പ്രിയം, തുതീയ പ്രിയം നിങ്ങളുടെ പ്രിയം, എൻ പ്രിയം തുതീയ പ്രിയം, പ്രിയം നിന്റെ പ്രിയം, അവരെ പ്രിയം ഇത് മറ്റൊരാളിന്റെ പ്രിയം എന്നനേകമായി പ്രിയവസ്തു, അനേകം പലതരത്തിലുള്ള പ്രിയവസ്തു ഉണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം. അനേകമായി പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം. വല്ല സംശയമുണ്ടോ ഇവിടെ? സ്വകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. തന്റെ പ്രിയം തന്നെയാണ് അന്യന്റെയും പ്രിയം. താനും അന്യനും എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത് തന്നിലുള്ള സുഖസ്വരൂപമായ ആത്മാവിനെ അനുഭവിക്കാനാണ്. ആനന്ദം ആത്മാവിൽ, ബോധരൂപമായ ആത്മാവിൽ മാത്രം. ബോധത്തിലല്ലാതെ എവിടെയാണ് ആനന്ദമിരിക്കുക? ജഡത്തിൽ ആനന്ദത്തിനിരിക്കാൻ പറ്റുമോ? അല്പം ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ പിടികിട്ടിയില്ലേ? ചിന്തിക്കാൻ തീരെ കൂട്ടാക്കാത്തവർ ഇരുട്ടിൽ കിടന്ന് പെടയും, അത്രയുള്ളൂ. പ്രിയം ഒരു ജാതി, ഒരേ ഒരു വിധം പ്രിയം, ആത്മപ്രിയം. അവനവനെ പ്രിയം. ഇതാണ് പ്രിയം ഒരു ജാതി. എല്ലാവർക്കും അവരവർ പ്രിയം. ആത്മാവ് പ്രിയം, ബ്രഹ്മം പ്രിയം. ആത്മാവെന്ന് പറയുമ്പോൾ മറമാറിയാൽ അത് തന്നെയാണ് ബ്രഹ്മം. എവിടെയും നിറഞ്ഞിരിക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അഖണ്ഡ ബോധം. അത് കണ്ടെത്താനാണ് എല്ലാവരുടെയും ശ്രമം, എല്ലാവരുടെയും. ഗുരുദേവൻ ഇനിയും ആത്മോപദേശത്തിൽ പറയുന്നുണ്ടേ, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലത്തും ഇന്നു സദാവി ചെയ്തിടുന്നു. ആ ശ്ലോകം വരാൻ പോകുന്നേ ഉള്ളൂ. അന്ന് നമുക്ക് കുറെ കൂടി വ്യക്തമായി ഇതൊരിക്കൽ കൂടെ ധരിക്കാൻ ശ്രമിക്കാം. അത് തന്നെയാണ് ഇതും. പ്രിയം ഒരു ജാതി, ഇതെൻ പ്രിയം, ഇതെനിക്ക് പ്രിയം, അത് തുതീയ പ്രിയം നിന്റെ പ്രിയം, ഇത് അവരെ പ്രിയം, ഇത് മറ്റൊരാളിന് പ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം. സംശയം വല്ലതുണ്ട്? വെറും ഭ്രമമാണ്. വ്യക്തമായി ഇത് ധരിക്കണം. ഇത് ധരിച്ചോണ്ട് പുറമെ എന്ത് തരം പ്രിയവും പ്രകടമാക്കിക്കൊള്ളൂ, ഒരു വിരോധവുമില്ല. വെറും നാടകം, അതിൽ കവിഞ്ഞുള്ളതൊന്നുമില്ല. അങ്ങനെ സ്വകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. തന്റെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെയും പ്രിയം. ആത്മാവിനെ മറമാറ്റി കാണണം. കഷ്ടം. രാപകൽ ശാസ്ത്രജ്ഞന്മാർ പോലും ചൊവ്വയിൽ പോകുന്ന എന്തിന്? ചൊവ്വ സൂചോട്ടെ എന്ന് വെച്ചിട്ടാണോ ചൊവ്വയിൽ പോകുന്നത്? തന്റെ സുഖം താനൊന്ന് നേടി, അത് വിചാരിച്ച് ചൊവ്വയിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം. അങ്ങനെ വെമ്പുകയാണ് ശാസ്ത്രജ്ഞന്റെ മനസ്സ്. ചൊവ്വയിൽ ചെന്നിറങ്ങിയപ്പോ ആ ആഗ്രഹത്തിനൊരു ശമനം, അല്പം ഒരു സുഖം. ഈ സുഖം അനുഭവിക്കാനാണ് ചൊവ്വയിൽ പോകുന്നത്. അല്ലാതെ ചൊവ്വ സൂചിച്ചോട്ടെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയതിന്റെ ഫലമായി ചൊവ്വയ്ക്ക് വല്ല സുഖവും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ഇത് ഉദ്ദേശിച്ചാണോ ചൊവ്വയിൽ പോകുന്നത്? വാസ്തവത്തിൽ ആത്മതത്വം പിടികിട്ടിയ ഒരാൾക്ക് ഇതൊക്കെ കാണുമ്പോ ചിരിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. എന്ത് ചെയ്യാൻ? എന്തൊരു ഭ്രമമാണിത്! പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം. സ്വകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. അതുകൊണ്ട് ഗുരുദേവൻ പറയുന്നു, മനുഷ്യ, പ്രിയം അവരന്റെ, അതെൻ പ്രിയം. ആത്മാവ് ഒന്നാണ്. അവ വേറൊരാള് ആത്മാവിനെ സ്നേഹിക്കുന്നു, അതേ ആത്മാവ് തന്നെയാണ് എന്റെ ഉള്ളിലും. പല ആത്മാക്കളുണ്ടെന്ന് തോന്നുന്നത്
ജഡബന്ധം കൊണ്ടുള്ള മറവ് മൂലം. ആത്മാവ് ഒന്നേ ഉള്ളൂ. ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അഖണ്ഡബോധം, ആനന്ദസ്വരൂപം, സച്ചിദാനന്ദം. ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ചിത്ത്, സത്ത്, ഉണ്മ. ചിത്ത്, ഉണ്മ അനുഭവിക്കുന്ന ബോധം. ആ ചിത്ത് മറമാറിയാൽ ആനന്ദം. ഇതാണ് സച്ചിദാനന്ദം. മൂന്നും ഒന്ന് തന്നെ. ഒരിക്കലും സത്തും ചിത്തും ആനന്ദവും പലതല്ല. മറ വരുമ്പോ ആദ്യം സത്ത് ഉണ്ടെന്ന് തോന്നൽ. ആ മറ കുറച്ചൊന്ന് മാറിയാൽ ആ ഉണ്മ ഉണ്ടെന്ന് അനുഭവിക്കുന്നത് ബോധം മാത്രം. അല്ലാതെ ഈ ജഡത്തിന് മയക്കിനും ഉണ്ടെന്ന് അനുഭവിക്കാൻ പറ്റുമോ? ജഡത്തിന് ഒരിക്കലും ഉണ്ടെന്നുള്ള അനുഭവമില്ല. സത്ത എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുള്ള അനുഭവം അതേതിനാ ഉള്ളത്? ചിത്തിന്, ബോധത്തിന് മാത്രം. ആ ബോധം മറയൊക്കെ മാറിയാൽ ആ ശുദ്ധാനന്ദം, അവിടെ മാത്രമേ ശുദ്ധമായ ആനന്ദമുള്ളൂ. മറ്റെല്ലാ ശ്രമങ്ങളും ആനന്ദം അല്പമൊന്ന് അനുഭവിക്കാനുള്ള പരക്കം വാച്ചൽ. സകല കണ്ടുപിടുത്തങ്ങളും കമ്പ്യൂട്ടർ വരെ കണ്ടുപിടിച്ചതും ഈ ആത്മപ്രിയതമത്വം മൂലം. വേറൊന്നുമല്ല. എനിക്ക് സുഖം കിട്ടണം. അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയ്ക്കും ഒരിടത്തും പ്രസക്തിയില്ല. അതുകൊണ്ട് പ്രിയം അവരന്റെ, മറ്റൊരുവന്റെ പ്രിയം തന്നെയാണ് എൻ പ്രിയം. അത് തന്നെയാണ് എന്റെ പ്രിയം. 22ാമത്തെ ശ്ലോകം. പ്രിയം അവരന്റെ, അതെൻ പ്രിയം. സ്വകീയ പ്രിയം അവരപ്രിയം. എന്റെ പ്രിയം തന്നെ മറ്റേയാളിന്റെ പ്രിയം. സ്വകീയ പ്രിയം എന്റെ പ്രിയം, എന്റെ പ്രിയം തന്നെ അവരെ പ്രിയം. ഇപ്രകാരമാകും നയം. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട സത്യം, നയം. എന്റെ പ്രിയവും അവന്റെ പ്രിയവും ഒന്ന്. എന്താ കാര്യം? രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ആത്മാവിനെ തെളിച്ചറിയാം. രണ്ടുപേരുടെയും ആത്മാവ് ഒന്ന്. ഒരിക്കലും രണ്ടാത്മാവില്ല. രണ്ടുണ്ടെന്ന് തോന്നുന്നത് താൽക്കാലികമായ ജഡബന്ധം കൊണ്ടുള്ള മറവുകൊണ്ട്. ആത്മാവ് ഒന്ന്. അപ്പോ എന്റെ പ്രിയം തന്നെ അന്യന്റെ പ്രിയം. പ്രിയം അവരന്റെ, അതെൻ പ്രിയം. ഒക്കെ സ്പഷ്ടം. അവരന്റെ, അന്യന്റെ പ്രിയം അവരന്റെ, അതെൻ പ്രിയം. സ്വകീയ പ്രിയം അവരെ പ്രിയം. എന്റെ പ്രിയം തന്നെയാണ് അന്യന്റെ പ്രിയം. ഇപ്രകാരമാകും നയം. ഇതാണ് അറിയേണ്ട സത്യം. അല്ലാതെ എന്റെ പ്രിയം വേറെ അവന്റെ പ്രിയം വേറെ തുടങ്ങി വഴക്ക്. എല്ലാ പ്രിയവും നഷ്ടമാവും. ഇന്ന് കാണുന്ന സകല വഴക്കുകളും എവിടെയും കാണുന്ന വഴക്ക്. കൊല മതങ്ങളിൽ പോലും ഒരേ മതത്തിൽപ്പെട്ടവർ 100 കണക്കിന് ആളുകളെ പരസ്പരം കൊല്ലുന്നു. എന്താ? ഇതെന്ത് പ്രിയമാണ്? ആർക്കെന്ത് പ്രിയമാണ്? ഇതാണ് അജ്ഞതയുടെ ക്രൂരത. എല്ലാവരും പ്രിയപ്പെടുന്നത് ആത്മാവിനെയാണ്. ഇതറിഞ്ഞാൽ ആരും ആരെയും ദ്രോഹിക്കാൻ ഒരിക്കലും ഒരുപെടില്ല. എന്തുകൊണ്ട്? ഞാൻ മറ്റൊരാളെ ദ്രോഹിച്ചാൽ ഞാൻ എന്നെയാണ് ദ്രോഹിക്കുന്നത്. ആ നിമിഷം മുതൽ വളരെ സ്പഷ്ടമാണ്. എനിക്ക് വേറൊരാളിനോട് ദ്വേഷം തോന്നി, വിദ്വേഷം, ആദ്യമായിട്ട് ഞാൻ ദ്രോഹിക്കുന്നത് എന്നെയാണ്. എന്താ? ഈ വിദ്വേഷവും കൊണ്ട് നടക്കണ്ടേ? നേരം വെളുത്തെണീക്കുമ്പോൾ മുതൽ എരിച്ചിലാണ്. എന്താ? അവനൊരു ഭയങ്കരമല്ലേ? എനിക്ക് അവനെ തുലച്ചാലേ സ്വസ്ഥതയുള്ളൂ. കാലത്ത് എണീറ്റു കാപ്പി കുടിക്കുമ്പോഴും മനസ്സിന് എരിച്ചൽ. മറ്റേയാളിന് തൽക്കാലം നല്ല ദോഷമുണ്ടോ? അയാളെ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ പുറമേ ഒക്കെ സ്നേഹം, പുറമേ വലിയ സ്നേഹം, ഉള്ളിൽ എവനെ തുലയ്ക്കണം എന്ന് രാപകൽ ചിന്ത. ഇവിടെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇതാണ്. അപ്പൊ എന്താ? മറ്റൊരാൾ അറിയുന്നില്ല. ആരെ തുലയ്ക്കണമെന്ന് കരുതുന്നുവോ അയാൾ ഇത് അറിയുന്ന പോലില്ല. കണ്ടാൽ വളരെ സന്തോഷം, എവിടെയാണ്, സുഖമാണോ, കുശല പ്രശ്നങ്ങളൊക്കെ. അപ്പോ ഈ ഒരാളിന്റെ വിദ്വേഷമുള്ള ആളിന്റെ ഹൃദയം നീറുകയാണ്. ആരോടാണോ വിദ്വേഷം അയാൾ ഇത് ചിലപ്പോൾ അറിയുന്ന പോലുമില്ല. ആലോചിച്ച് നോക്കണം, വല്ല കാര്യമുണ്ടോ? ഈ വിദ്വേഷമല്ലേ ദുഃഖിപ്പിക്കുന്നത്? അപ്പോ അയാളുടെ പ്രിയവും എന്റെ പ്രിയവും
രാഗദ്വേഷങ്ങളകന്ന് ആത്മാവിന്റെ സുഖം അനുഭവിക്കുകയാണ് എന്ന നയം, എന്ന സത്യം അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും വിദ്വേഷിക്കില്ല. അർജുനനോട് പോലും ഭഗവാൻ പറയുന്നത്, എടോ, വിദ്വേഷമില്ലാതെ ഭീഷ്മരെയും ദ്രോണരെയും ബ്രഹ്മമാണെന്ന് കണ്ടോണ്ട് അമ്പയക്കൂ. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രമിക്കൂ. ഒടുവിൽ അത് കണ്ടാൽ അമ്പയക്കുക എന്നുള്ള യുദ്ധം നിനക്ക് പിന്നെ വേണ്ടാതെ വരും. അതുവരെ നീ അത് ചെയ്തേ തീരൂ. നീ വാസനാബദ്ധൻ. യുദ്ധം ചെയ്യണമായിട്ടല്ല, പക്ഷെ നിവർത്തിയില്ല. അർജുനന് യുദ്ധം ചെയ്യാതെ ജീവിക്കാനേ സാധ്യമല്ല. യുദ്ധവാസന അയാളെ കടന്ന് മുറുകെ പിടിച്ചിരിക്കുകയാണ്. അയാൾ ഇവിടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ വേറൊരിടത്ത് യുദ്ധം ചെയ്യും. കൃഷ്ണനറിയാം എവിടെ യുദ്ധം ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇവിടെ ആരും മരിക്കുന്നില്ല, ആരും ജനിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ തന്നെ അത് തീർത്ത് പറയുന്നുണ്ട്. നജായതേ മ്രിയതേവ കഥാചിത്, ഒരിക്കലും ആരും ജനിക്കുന്നില്ല. പിന്നെ ഇവിടെ എന്ത് യുദ്ധം? ഇതൊരു കളി, മായ, ജഡങ്ങളുടെ ഒരു കളി. ഗുരുദേവൻ പറയും, കീലാല വായു അനല കോലാഹലം ഭുവനം, പഞ്ചഭൂതങ്ങളുടെ ഒരു കോലാഹലം, ആലാപം മാത്രം, വെറും കുറെ ശബ്ദബഹളം. അതിൽ കവിഞ്ഞ് ഇവിടെ ഒന്നുമില്ല. ജഡ കോലാഹലം, ബോധത്തിനൊരു കുഴപ്പമില്ല. അത് ജനിച്ചിട്ടില്ല, ജീർണിക്കുന്നില്ല, അത് മരിക്കുന്നുമില്ല. ഈ ജഡബോധ വിശകലനം തന്നെ നമ്മെ അത്യന്തം ചരിതാർത്ഥരാക്കി തീർക്കും. അതുകൊണ്ട് എന്റെ പ്രിയം തന്നെ അന്യന്റെ പ്രിയം, രണ്ടുപേരും ആത്മാവിനെ കാണാൻ ശ്രമിക്കുന്നു. ഇതറിയുന്നയാൾ എന്ത് സംഭവിച്ചാലും മറ്റൊന്നിനെയും വിദ്വേഷിക്കുകയില്ല. കാരണം എന്റെ ഉള്ളിൽ വിദ്വേഷം കടന്നു വന്നാൽ മറഞ്ഞു പോകുന്നത് എന്റെ ആത്മാനന്ദമാണ്. നിത്യമായി സ്ഥിതി ചെയ്യുന്ന ആത്മാനന്ദം മറഞ്ഞു പോകുന്നു, നഷ്ടപ്പെടുന്നില്ല. സ്പഷ്ടമല്ലേ? വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് കാര്യമായ സുഖം എന്തെങ്കിലും എപ്പോഴെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? അപ്പോ പ്രിയം അവരെന്റെ അതെൻ പ്രിയം, സ്വകീയ പ്രിയം അവരെ പ്രിയം, ഇപ്രകാരമാകും നയം. ഇതാണ് സത്യം. അതിനാലെ അതുകൊണ്ട് എന്തു വേണം? നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. നരന്നു നന്മ നൽകും ക്രിയ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യന് അവനവന് നന്മ ഉണ്ടാക്കാനായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അന്യനുകൂടി സഹായകമാവണം. ഒരിക്കലും അന്യനെ ദ്രോഹിക്കുകയെന്ന ചിന്തയോടുകൂടി ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഇടയാകരുത്. അങ്ങനെ ആയാൽ ആദ്യം ദ്രോഹിക്കുന്നത് അവനവനെ തന്നെയായിരിക്കും. ഈ മഹത്തായ ശാസ്ത്ര രഹസ്യമാണ് പരോപകാരത്തെക്കുറിച്ചൊക്കെ നമ്മെ ഗാഠമായി ഉദ്ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ രചിക്കാൻ മഹാത്മാക്കളെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. മറ്റൊരാളിന്റെ മനസ്സിന് ദുഃഖമോ രാഗമോ ദ്വേഷമോ ജനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും കഴിയും വിധം ചെയ്യാതിരിക്കുക. അവനവന് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഏത് പ്രവൃത്തിയും ശത്രുവായാൽ പോലും അന്യന് പോലും ഗുണകരമാം വണ്ണം ചെയ്യാൻ ശ്രമിക്കുക. ഇതാ 23-ാമത്തെ പദ്യം കുറെ കൂടി വ്യക്തമാകുന്നു. ഈ സത്യമറിയുന്ന മഹാത്മാക്കൾ അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു. കൃപാലു എന്ന് വെച്ചാൽ എന്താ, വെറുതെ കുറെ കാരുണ്യമല്ല, സർവം ഈശ്വരമയമായി കാണുന്ന സത്യദർശി. ഒക്കെ ഈശ്വരമയം. തന്റെ ശത്രുവിനോട് പോലും സ്നേഹം. ആ അംബരീഷരും മറ്റും വായിച്ചു നോക്കുക. ദുർവാസാവ് അങ്ങോട്ട് അംബരീഷനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ ദുർവാസാവിനെ പോലും അതിരറ്റ സ്നേഹത്തോടുകൂടി ആശ്ലേഷിച്ച്
ഭക്ഷണം കൊടുത്ത് ശാന്തനാക്കിയാണ് അംബരീഷൻ പറഞ്ഞയക്കുന്നത്. എന്താ കാര്യം? അംബരീഷന് മരണം പോലും പ്രശ്നമല്ല, മരിച്ചാൽ പോലും നഷ്ടമാകാത്ത ആത്മസുഖം അദ്ദേഹം അനുഭവിക്കുന്നു. പിന്നെ എന്തിന് ദുർവാസാവിനെ വെറുക്കണം? ദുർവാസാവ് വേണമെങ്കിൽ ഈ ശരീരത്തെ നശിപ്പിച്ചോട്ടെ, എനിക്കതുകൊണ്ടൊന്നും വരാനില്ല. അവരാണ് കൃപാലുക്കൾ. അവരുടെ കൃപയെ നഷ്ടമാക്കാൻ ആർക്കും സാധ്യമല്ല. ഗുരുദേവനെ പോലുള്ള കൃപാലുക്കൾ, സർവം ബ്രഹ്മമയമെന്ന് ഉറപ്പുവന്ന ഗുരുദേവൻ തന്റെ അവസാന നിമിഷം വരെ അന്യനു വേണ്ടി, അന്യനില്ല, പക്ഷെ അന്യർക്കവർ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് വേണ്ടി കൃപാലുവായി എന്തും ചെയ്യാൻ സന്നദ്ധനായി, തന്റെ ജീവിതം പോലും അർപ്പിക്കാൻ സന്നദ്ധനായി ജീവിച്ചു. അദ്ദേഹത്തിന് ഈ ശരീരം പോയതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. അന്യർക്ക് ഈ സത്യം പിടികിട്ടുമെങ്കിൽ പിടികിട്ടട്ടെ. അതിനുവേണ്ടിയുള്ള യജ്ഞത്തിന്റെ ഒരു ഭാഗമാണ് ആത്മോപദേശ ശതക രചനയും മറ്റും. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട്, കൃപണത ലുബ്ധില്ലാതെ, ഒരു തടവുമില്ലാതെ, ഒരു റിസർവേഷനും ഇല്ലാതെ കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. നേരെ മറിച്ച് കൃപണൻ ലുബ്ധ, എന്റെ സ്വാർത്ഥ ലോലുപൻ, എനിക്കെല്ലാം വേണം. ഇന്ന് ലോകത്ത് എവിടെയും ഈ സ്വാർത്ഥത അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. കൃപണൻ, അങ്ങനെയുള്ള കൃപണൻ സ്വാർത്ഥമോഹി അധോമുഖനായി ഈ ജഡത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് എന്റെ വീട്, എന്റേത്, നിന്റേത്, എന്റെ നാട്, എന്റെ ഭാഷ, എന്റെ ജാതി, എന്റെ മതം എന്ന് പറഞ്ഞിങ്ങനെ കൃപണൻ അധോമുഖനായി അജ്ഞതയുടെ ഫലമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു. ഇങ്ങനെ പെടഞ്ഞ് കർമ്മം ചെയ്യുകയാണ്. നല്ല ഒന്നാന്തരം കവിത. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയ കർമ്മം. എന്താ? എല്ലാം നഷ്ടപ്പെടുന്ന കർമ്മം. അവൻ ആഗ്രഹിക്കുന്ന ആനന്ദം തെളിഞ്ഞു കിട്ടുന്നില്ല. അങ്ങോട്ടങ്ങോട്ട് ജഡബന്ധം കൂടുന്തോറും ദുഃഖം. ശരീരം തന്നെ ജീർണിക്കുന്നു, ഇന്ദ്രിയങ്ങൾ തളരുന്നു, ആഗ്രഹിച്ച വിഷയസുഖമൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ശരീരം ഉൾപ്പെടെ എല്ലാം വിട്ട് യാത്രയുമാകുന്നു. ഇതിനപ്പുറം ഒരു അപജയ കർമ്മം വേറെ ഉണ്ടോ? നേരെ മറിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ സത്യം ഉറപ്പിച്ചിരുന്നുവെങ്കിൽ ശരീരം ക്ഷീണിച്ചു, എനിക്കിനി ശരീരമേ വേണ്ട, ഞാൻ ആത്മാവിനെ തെളിച്ച് ജനനമരണങ്ങളില്ലാത്ത ആനന്ദമനുഭവിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ശരീരം പൊക്കോട്ടെ, എന്തും പൊക്കോട്ടെ. മഹാബലിയെപ്പോലെ ഭഗവാൻ എല്ലാം പിടിച്ചു വാങ്ങി എല്ലാം കൊണ്ടുപോയിക്കോളണം. ഭഗവാനെ, എനിക്ക് യാതൊന്നും ആവശ്യമില്ല, എനിക്ക് ഭഗവാൻ മാത്രം മതി, അതായത് എന്റെ ആത്മാവ് എന്നാ മഹാധീരൻ നിശ്ചയിച്ചു. അതുപോലെ അങ്ങേറ്റം അർത്ഥവത്തായ വാക്കാണ് കൃപണൻ. അധോമുഖൻ, ജഡത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നവൻ, ഇല്ലാത്ത ജഡത്തിൽ അധോമുഖനായി കിടന്നു ചെയ്യുന്ന. ഞാൻ ശ്രദ്ധിച്ചു നോക്കാറുണ്ട്, ഈശ്വര അനുകമ്പ തോന്നും. വാസ്തവത്തിൽ ഓരോരുത്തർ വയസ്സുകാലത്തൊക്കെ പോലും കിടന്ന് ഇങ്ങനെ പെടഞ്ഞ് സ്വല്പം ചില ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി രാപകൽ വേദനിച്ച് കർമ്മം ചെയ്യുന്നത് കണ്ടാൽ ഏതാണ്ടൊക്കെ ആയിപ്പോയി. വളരെ ദിവസം ഇരിപ്പ് തന്നെ ഇല്ല, എന്നിട്ടും അങ്ങനെ പെടഞ്ഞ് കർമ്മം ചെയ്യുകയാണ്. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയ കർമ്മം. പൂർണ്ണ പരാജയത്തിലെത്തുമെന്ന് ദിവസം പ്രതി തെളിയുന്ന കർമ്മം. ഏത് ചക്രവർത്തിക്കും പൂർണ്ണ പരാജയം ഒക്കെ വിട്ടുപോകണം. ചക്രവർത്തിമാരുടെ ചരിത്രം ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചക്രവർത്തിമാരുടെ തന്നെ ചരിത്രം. ഒടുവിൽ ഒന്നുകിൽ മക്കൾ കൊല്ലും, അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചടയ്ക്കും. ശുദ്ധജലം കുടിക്കാൻ കിട്ടാതെ മരിച്ച ചക്രവർത്തിമാരുടെ ചരിത്രം നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ കാണാനുണ്ട്. ഇതാണ് ആരുടെയും ഗതി. ഇത് അപജയ കർമ്മം, അല്ലെങ്കിൽ പിന്നെ എന്ത് കർമ്മമാണിത്? എന്ത് ഭംഗിയായി ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. അപജയ കർമ്മം അവനു വേണ്ടി മാത്രം
അവൻ സ്വാർത്ഥ ലോലുപൻ. അവൻ മറ്റാരുടെയും കാര്യം ചിന്തിക്കുന്നില്ല. എല്ലാവരും ആത്മാവാണെന്ന സത്യം അവന് പിടിയില്ല. സുഖം എല്ലാവരുടെയും സ്വരൂപമാണെന്ന് അവൻ അറിയുന്നില്ല. എവിടുന്നോ സുഖം കിട്ടുമെന്ന് മോഹിക്കുന്നു. ഇന്ദ്രന്റെ കഥ പുരാണങ്ങളിൽ വായിച്ചു നോക്കൂ. അപജയ കർമ്മം, ഒടുവിൽ അയാൾ ഓടിയ ഓട്ടം. ഇന്ദ്രൻ വൃത്രനെ വധിച്ചിട്ട് ബ്രഹ്മഹത്യാഭാവം പേടിച്ചോടി ശുചീന്ദ്രത്ത് വരെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കുറെ കാലം തപസ് ചെയ്ത് പാപം പോക്കാൻ അയാൾ ശ്രമിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ശുചീന്ദ്രം എന്ന് പേര് കിട്ടിയത്. ഇന്ദ്രനെ ശുചിയാക്കാൻ ശ്രമിച്ച സ്ഥലം. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, സാറേ അങ്ങേക്ക് ഇന്ദ്രപദവി ഈശ്വര വേണ്ടേ, അവർക്ക് ആവശ്യമേ ഇല്ല എന്ന് തീർത്ത് പറയാൻ യാതൊരു കൊണ്ട്. കാരണം ബിഭേതി കുതശ്ചന, ആത്മാവിനെ അറിഞ്ഞ ആൾക്ക് ഒരിടത്തു നിന്നും അദ്ദേഹത്തിന് ഭയമില്ല. മരണം പോലും അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. പ്രിയം ഒരു ജാതി എന്നുള്ളത് മനസ്സിലായാൽ പിന്നത്തെ 2 ശ്ലോകവും വളരെ എളുപ്പം. അവരനു വേണ്ടി അഹർനിശം രാപകൽ, അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ സ്വാർത്ഥമോഹി, കൃപണൻ അധോമുഖനായി ജഡത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഇങ്ങനെ സ്വാർത്ഥത്തിന്റെ കൂരിരുട്ടിൽ കിടന്ന് പെടഞ്ഞുകൊണ്ട് അപജയ കർമ്മം ചെയ്ത് കൊടും തമസിൽ ആണ്ടുപോകാനിടവരാതെ ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ പഠിച്ച് യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയും പോലെ, മൈത്രേയി ആരെ ശ്രോതവ്യോ ബന്ധവ്യോ നിധിധ്യാസിതോല്ല, ഈ ആത്മാവെന്താണെന്ന് അറിവുള്ളവരിൽ നിന്ന് കേൾക്കണം. ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ എല്ലാറ്റിലും അത്യന്തം സ്പഷ്ടമാക്കി തരുന്നു. രാഗദ്വേഷങ്ങളകറ്റി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആനന്ദം അനുഭവിക്കണം. ആത്മോപദേശ ശതകമെന്ന ആ ദിവ്യമായ ജ്ഞാനാമൃതം നമുക്ക് പറ്റുന്നിടത്തോളം കുറേശ്ശൊക്കെ പാനം ചെയ്ത് സന്തുഷ്ടരാകാൻ ശ്രമിക്കാം. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.